അമ്മായി. അയ്യോ രേവതി മോള്, ഇതിന്റെ മോളെ ഒരു മുന്നറിയിപ്പില്ലാതെ. അത് പിന്നെ അമ്മായി, ഞാൻ എന്റെ ജോബൊക്കെ റിസൈൻ ചെയ്തു. അയ്യോ പിന്നെ ഇനിയിപ്പോ അമ്മായിന്റെ കൂടെ റാണി ചേച്ചിന്റെ കൂടെ ഇവിടെ ഇരിക്കാന്ന് വെച്ച് വന്നതാ. അയ്യോ അതിന് അവധി ദിവസം നോക്കി ഇങ്ങ് വന്നാ പോരായിരുന്നു. ഈ ജോലി എന്തിനാ റിസൈൻ ചെയ്തത്? അയ്യോ ജോലി റിസൈൻ ചെയ്താ അതിനല്ല, എനിക്ക് ആ ജോലി മടുത്ത അമ്മായി. ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് അവിടെ ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ റാണി ചേച്ചിനെ പോലെ ഒരു ഇൻഫ്ലുവൻസർ ആവാം, എനിക്കും വ്ളോഗിങ് ഒക്കെ പഠിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ റാണി ചേച്ചിനെ കാണാൻ വേണ്ടി വന്നത്. എവിടെ റാണി ചേച്ചി? അയ്യോ അവളില്ല ഇവിടെ. അവള് കൂട്ടുകാരുടെ കൂടെ ഒരു ടൂറ് പോയിരിക്ക. കുറെ ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ആണോ? ആ ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഇവിടെ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് റാണി ചേച്ചിയൊക്കെ വന്നിട്ട് പയ്യെ പോവാ. അല്ലല്ലോ, ഞാൻ നിന്നെ ഇപ്പൊ വിടാൻ പോകുന്നില്ല. വിഷു ഒക്കെ ആഘോഷിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല വിഷു സദ്യയൊക്കെ കഴിച്ച് സമാധാനമായിട്ട് പോയാൽ മതി. മോളിവിടെ ഇരിക്കും. പിന്നെ വീട്ടിലെ വിശേഷമൊക്കെ എന്താ? എന്റെ ആങ്ങളെ എന്തേ? അവരൊക്കെ എന്താ സുഖമായിട്ടിരിക്കുന്നു. ഞാനും കൂടി ഇല്ലല്ലോ, ഇനിയിപ്പോ അവർ രണ്ടുപേരും കൂടി എൻജോയ് ചെയ്യുന്നുണ്ടാവും. എന്നെ ഒന്നും വിളിക്കത്ത പോലും ഇല്ല. എന്റെ അമ്മ എന്തേ? എന്റെ നാത്തൂൻ അമ്മ ഇന്നലെ കൂടെ അമ്മേനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് വരികയാണെന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ അവരും ഇങ്ങോട്ട് വരുന്നെന്ന് പറയുന്നുണ്ട്, അറിയില്ല. വരുമെന്ന് കുറെ നാളായിട്ട് ഇങ്ങനെ പറയുന്നതല്ലാതെ എന്റെ ആങ്ങളയ്ക്കും നാത്തൂനും ഈ വീട്ടിലോട്ട് കയറാൻ നേരമില്ല. അതിനെന്താ അമ്മായി, ഞാൻ വന്നില്ലേ? നീ വരുന്ന പോലെ അല്ലല്ലോ, നിനക്ക് എപ്പോ വേണേലും വരാം. അവരും കൂടെ ഒന്ന് വന്നാൽ എനിക്കതൊരു സന്തോഷമല്ലേ. ഒന്നുമില്ലേലും എന്റെ കെട്ടിയനോട് എനിക്ക് പറഞ്ഞു നിൽക്കാവല്ലോ. എന്റെ വീട്ടുകാരെന്നെ അന്വേഷിക്കുന്നതും തിരക്കുന്നതും ഒക്കെ ഉണ്ടെന്ന്. അങ്ങനെ തിരക്കാൻ ആളുള്ളപ്പോ ഇയാൾക്ക് എന്റെ മേലെ കുതിര കയറുന്നതേ ഒന്ന് നിർത്താം, ഇച്ചിരി പേടിയായിട്ട്. ഇതാതിപ്പോ അതും ഇല്ല, എനിക്ക് തിരക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടാ ഇയാൾ എന്റെ നേരെ ഇങ്ങനെ കുതിര കയറുന്നത്. അല്ല അമ്മായി, അമ്മാവനുമായിട്ടുള്ള വഴക്കൊന്നും ഇനിയും തീർന്നില്ലേ? ഓ അങ്ങേര് ആ പാർട്ടിയും ഞാൻ ഈ പാർട്ടിയല്ലേ. ഞങ്ങൾ ഇങ്ങനെ രണ്ടും രണ്ട് പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം രണ്ടും രണ്ട് ധ്രുവത്തിലായിരിക്കും. അതൊന്നും മാറാൻ പോകുന്നില്ല. ഏതായാലും മോള് വന്ന സ്ഥിതിക്ക് നമുക്ക് അടുക്കളയിൽ പോയി വല്ലതും എന്തായാലും കഴിക്കാം. അങ്ങേരുടെ കാര്യം പറഞ്ഞാൽ ഇന്നെങ്ങും തീരത്തില്ല. ആമ ഞാൻ ഇവിടെ എത്തിയിട്ടോ. ഇനി എന്തായാലും ഞാൻ കുറച്ച് ദിവസം നിന്നിട്ടേ വരുള്ളൂ. അമ്മാവിൻ്റെയും കൂടെ ഞാൻ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. റാണി ചേച്ചി ഇവിടെ ഇല്ലയെന്നാ പറഞ്ഞു. എന്നാലും ഞാൻ കുറച്ച് ദിവസം നിൽക്കും. വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ വരുന്നുള്ളൂ. മോളെ എപ്പത്തി? ഞാൻ കുറച്ച് മുന്നേ എത്തി അമ്മാവ. ഇങ്ങനെ യാത്ര സുഖമായിട്ട്? സുഖം. ട്രെയിനിലോ അതോ ബസ്സിലോ? എങ്ങനെ വന്നേ? ഞാൻ ട്രെയിനിലാ വന്ന്. എന്താണ് പിന്നെ പരിപാടി? എന്താ അമ്മാവ, ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്തു. ജോലി എന്താ നല്ല ജോലിയായിരുന്നില്ലേ? നല്ല ജോലിയൊക്കെയാണ്, പക്ഷേ അവിടുത്തെ സ്ട്രെസ്സും കാര്യങ്ങളും വർക്ക് പ്രഷറും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ റിസൈൻ ചെയ്തു. ഇനി ഞാൻ റാണി ചേച്ചിനെ പോലെ ഒരു ഇൻഫ്ലുവൻസർ ആവാനാ പ്ലാൻ. അതുകൊണ്ടാണ് ഞാൻ റാണി ചേച്ചിനെ കണ്ട് പഠിക്കാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന്. വേറെ ഒരു പണിയും കിട്ടിയില്ല? അല്ല അമ്മാവ, ഇത് ഒരു നല്ല പരിപാടിയാണല്ലോ. കഴിച്ചോ? ഭക്ഷണം വല്ലതും കഴിച്ചോ? എന്തേ അമ്മ കുറച്ച് മുന്നേ തന്നായിരുന്നു. പിന്നെ വീട്ടിലെന്ത് പരിപാടി? എല്ലാ സുഖം എല്ലാവർക്കും ഒക്കെ? കുറെ നാളെ അവരൊന്നും ഇപ്പം ഇങ്ങോട്ട് വരാറില്ല, എന്താവോ? ഇല്ല, അമ്മായിയും അമ്മാവിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അതെനിക്ക് ഡൗട്ടാണ്. ഇല്ല ഇല്ല, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് എന്നെ ഒന്നും ഇഷ്ടമല്ലല്ലോ. ആര് പറഞ്ഞു? അമ്മാവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അമ്മാവിനെ കുറിച്ചാണ് സംസാരിക്കുക. അല്ല അമ്മാവ, അമ്മാവനുമായിട്ടുള്ള ഈ പ്രശ്നം ഇനിയും നിർത്താനായില്ലേ? എന്തിനാ ഈ വയസ്സാം കാലത്ത് ഈ പ്രശ്നം? അതെ, മോക്കെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താണെന്നറിയോ, ഇതൊക്കെ എന്താ ചെയ്യുക? നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. 10 വോട്ടിനാണ് ഞാൻ തോറ്റത്. അപ്പം അത് ഇപ്പോഴും എൻ്റെ മനസ്സിലത് കിടക്കുന്നുണ്ട്. അതൊന്നും അങ്ങനെ എളുപ്പം മാഞ്ഞു പോണ സാധനമല്ല. വരച്ച് വെള്ളത്തിൽ വിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തേച്ച് പോകണ പരിപാടിയൊന്നുമില്ല. അത് ശരിക്കും നന്നായിട്ട് വിഷമം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. നമ്മുടെ അമ്മായി തന്നെയല്ലേ, അതിനിപ്പോ എന്താ? നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ അവരും ഉള്ളത്. അതെ, പക്ഷെ എന്നാലും ഉണ്ടല്ലോ, എല്ലാ ദിവസവും അതിൻ്റെതായ ഒരു സ്ട്രെസ്സും ബഹളവും പ്രശ്നങ്ങളൊക്കെ ഈ രാഷ്ട്രീയപരമായിട്ട് അത് കൊണ്ടുപോയി അങ്ങനെ പോവുള്ളൂ. കാര്യങ്ങളൊക്കെ അങ്ങനെ പോവുള്ളൂ. ഇലക്ഷനൊക്കെ അല്ലേ, വോട്ടില്ല പോക്ക്? വോട്ട് എനിക്കില്ലല്ലോ അമ്മാവ, ഞാൻ പുറത്തായിരുന്നില്ല കുറച്ചു കാലം. അപ്പോൾ എൻ്റെ വോട്ട് ലിസ്റ്റിലൊന്നും പേരൊന്നും വന്നിട്ടില്ല. അയ്യോ, അതൊക്കെ ഒരു 2 ദിവസം മുമ്പ് പറഞ്ഞ് നമ്മളപ്പോൾ ശരിയാക്കി തരുമായിരുന്നില്ലേ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴും ശരിയാക്കാം. എന്നാ നാളെ മറ്റന്നാൾ എപ്പോഴാണ് അത് പ്രശ്നമൊന്നുമില്ല. നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ എത്ര വോട്ട് വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചു തന്നെ. എത്ര വോട്ടോ? ഒരാൾക്ക് ഒരു വോട്ടല്ലേ ഉള്ളൂ. അത് പറയുമ്പോഴല്ലേ, നമ്മുടെ പാർട്ടിയല്ലേ, നമുക്ക് അതിൻ്റെതായ രീതിയിൽ പലതും ചെയ്യാനുള്ള സ്വാധീനമുണ്ട്. എന്റെ ദൈവമേ, ഇതും കാലിക്കുറ്റിയാണോ? നീ ഇപ്പൊ എന്ത് ചെയ്യും? നല്ലൊരു വിഷയമായിട്ട് ഇത്തിരി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ രക്ഷയില്ല. എന്താണ് രാവിലെ ആയിട്ട് എന്താണ് പറ്റിയത്? ഓ
എഴുന്നള്ളി വരുന്നുണ്ട്. തന്നോട് ഞാൻ 3-4 ദിവസം മുന്നും പറഞ്ഞതല്ലേ ഈ ഗ്യാസ് തീരാറായി, ഒരെണ്ണം ബുക്ക് ചെയ്യണമെന്ന്. താനൊരു പൊതുപ്രവർത്തകല്ലേ, തനിക്കൊക്കെ വിചാരിച്ച പുഷ്പം പോലെ ഗ്യാസ് കിട്ടൂലേ? എനിക്ക് എങ്ങനെയാണോ കിട്ടുന്നത് ഗ്യാസ്? ഇപ്പൊ എവിടെ നിന്ന് കിട്ടാൻ എന്നോടാണ് ചോദിക്കണേ? യുദ്ധമാണ്, അറിയാൻ പാടില്ലേ? ഒരു സ്ഥലത്തും ഗ്യാസും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇന്നത്തെ ദിവസം ഇത് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ എന്തോ ചെയ്യാനാ? ഇന്ന് എനിക്ക് അപ്പോഴേ തോന്നി, നിന്റെ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് ഇതൊക്കെ സംഭവിക്കുന്നു. അതിന് താനാണ് ഇവിടെ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നത്. തന്റെ മുഖം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് എല്ലാ എണ്ണക്കേടായിരിക്കുമെന്ന്. കാര്യം പറയട്ടെ, അവിടെ പുകയെടുപ്പില്ലേ? പോയി ഊതി അങ്ങോട്ട് വന്ന് ചെയ്യാൻ പാടില്ലേ? അയ്യോ, ആ ബുദ്ധി എന്റെ മനസ്സിൽ ഇരിക്കത്തുള്ളൂ. എനിക്കിപ്പോ നല്ല സൗകര്യം ഇല്ലേ അടുപ്പിൽ കിടന്ന് ഊതാനായിട്ട്. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് പറയണേ? താൻ വേണമെങ്കിൽ വെച്ചോണ്ടാക്കി തിന്ന്, എനിക്ക് പറ്റത്തില്ല അടുപ്പിൽ കിടന്ന് ഊതി ഉണ്ടാക്കി തന്നെ തീറ്റിക്കാനായിട്ട്. എന്നെ കൊണ്ടും പറയാം. അതെ, എനിക്ക് പാർട്ടിക്കാരുണ്ട്, ഞാൻ വേറെ സുഖമായിട്ട് നല്ല സദ്യ ഞാനുണ്ട് കേട്ടോ. എനിക്കുണ്ടോ, എന്റെ പ്രവർത്തകരുടെ ഏതൊരു വീട്ടിൽ ചെന്നാലും എന്നെ ഇലയിട്ടിരുത്തി സദ്യ വിളമ്പി തരാൻ എനിക്ക് ഇഷ്ടംപോലെ 100,000 പേരുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ, നിന്റെ കാലാവസ്ഥ വെച്ച് ഒരുത്തനും നിന്നെ വിളിക്കാൻ പോകണല്ലോ. അല്ലേലും എന്റെ കഷ്ടകാലം എന്ന് തുടങ്ങിയതാ. ഇന്ന് രാവിലെ തന്നെ തിരുമോന്ത കണി കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാ ഇങ്ങനെയൊക്കെ തന്നെ വരുമോ. അത് തന്നെ എനിക്കുമല്ല, ഞാനും നിന്റെ മോന്ന കണ്ടോണ്ടല്ലേ എണീറ്റത്. അതുകൊണ്ട് തനിക്കൊരു കുഴപ്പമുണ്ടായില്ലല്ലോ, എനിക്കല്ലേ കുഴപ്പമുണ്ടായി. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തന്നെ കണി കണ്ട എന്റെ ദിവസം മുഴുവൻ പോക്കായിരിക്കും. എടി, നിനക്ക് ഗ്യാസ് പോയെങ്കിൽ അത് കൊണ്ടുവരാനും ഇതിനൊക്കെ എന്നെ വിളിക്കണല്ലോ. നീ ഭയങ്കര പൊതുപ്രവർത്തകയല്ലേ. പിന്നെ എന്തിനോട് ഇവിടെ ഇവിടുത്തെ ഗൃഹനാഥനാന്ന് പറഞ്ഞോണ്ട് നടക്കുക? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഗൃഹനാഥന്റെ ഡ്യൂട്ടിയാണോ? എന്തൊരു ഡ്യൂട്ടി എന്ന് പറയണ? നീ വീട്ടിലെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒന്നും അറിയാൻ പാടില്ലേ? വീട്ടിലെ മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പൊ ഗ്യാസിന്റെ കാര്യം തീർന്നു പോയത്. എടോ, ഈ നാട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ട് എന്നെ ജനപ്രതിനിധിയായിട്ട് നാട്ടുകാർ തെരഞ്ഞെടുത്തത്, തന്നെ ഇവിടെ തോപ്പിച്ചതും. കാണാല്ലോ, വരുമ്പോ അടുത്ത തവണ കാണാല്ലോ. നമുക്ക് അടുത്ത തവണയും കാണാം. ഈ നാട്ടിലെ എല്ലാ കാര്യത്തിനും ഞാൻ ഫുങ്ഫുങ്ങെന്ന് നിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ ഈ ഇലക്ഷനും എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനായിട്ട് ആൾക്കാർ മനസ്സ് കാണിച്ചത്. വല്ലതും തിന്നണെങ്കിലേ പോയി ഊതി വീർപ്പിച്ച ആ അടുപ്പം കൂടി ശരിയാക്കും. ഊതി വീർപ്പിക്കുകയല്ലോ, ഊതി കത്തിക്കുകയാണോ ചെയ്യുന്നത്? എന്താന്ന് വെച്ചാൽ അവിടെ കൊച്ചൊക്കെ ഇരിക്കണ്ട്, മര്യാദക്ക് നല്ല ദിവസമായിട്ട് വല്ലതും വെള്ളത്തിൽ കൊടുക്കാനായിട്ടാണ് അവരൊക്കെ വന്നേക്കണേ. തനിക്കൊന്നും എന്നെ മുന്നിൽ നിന്ന് പോകാവോ? നിന്റെ അടുത്ത് ഒരു കാലത്ത് പറഞ്ഞാൽ മനസ്സിലാവൂല്ലോ. എന്നാലും വന്നിരിക്കുന്നു. എന്റെ ദൈവമേ, ഈ ജന്തുവിനെ കാണി കണ്ടപ്പോഴേ ഞാൻ ഓർത്ത വിഷുവും കുളവാകും ഈ വർഷവും കുളവാകും. അങ്ങനെ തന്നെ അച്ചിട്ട് സംഭവിച്ചു. എന്താ മനസ്സിലായി പ്രശ്നം? നീ എന്താ ഈ കൊലത്തില്? അല്ല, വിഷുവൊക്കെ ആണല്ലോ, അപ്പൊ ക്ലബിന്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അപ്പൊ അതിനനുബന്ധിച്ച് ഇട്ടത്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നീ എന്താ എന്നെ വിളിച്ചത്? വത്സലേ? എന്റെ പേര് വത്സലയല്ല, ദേവകീന്നാ. മറന്നുപോയോ? അല്ല, മറ്റേ ദൈവങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വിളിക്കില്ലേ? അത് വത്സ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ വത്സ പ്രശ്നം? കുറെ ശബ്ദം കിട്ടുമല്ലോ, എന്താണ്? എങ്ങനെ ഒച്ച ഉണ്ടാക്കാതിരിക്കും? ഇവിടെ ആകപ്പാടെ ഉണ്ടായിരുന്ന ഗ്യാസ് തീർന്നു. നല്ലൊരു വിഷുവായിട്ട് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്? അയ്യോ, നല്ലൊരു വിഷു സദ്യ കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നത്, അപ്പൊ ഇവിടെ ഒന്നുമില്ല. ബെസ്റ്റ്. വിഷു സദ്യ കഴിക്കാനായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളി വന്നിരിക്കുന്നു. അമ്പാടിയിൽ തന്നെ പ്രശ്നം. ഏതമ്പാടി? അമ്പാടി ഹോട്ടല്. എന്ത് പ്രശ്നം? അവിടെ ഗ്യാസ് കിട്ടാനില്ല, നല്ല ചായ മടി കിട്ടാറുന്നു, ഇപ്പൊ അതുമില്ല. ഇവിടെ ബാക്കിയുള്ളവന് ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ രക്ഷയില്ലാത്ത അവൻ അമ്പാടിയിലെ പുരാണം കൊണ്ട് വന്നിരിക്കുന്നു. അല്ല, മെമ്പർക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഗ്യാസ് കുറ്റിയല്ലേ, അതിനൊരു പരിഹാരമായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? നീ എവിടുന്ന ഗ്യാസ് കുറ്റി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ? അതൊക്കെ ഞാൻ കൊണ്ടുവരും. നീ കൊണ്ടുതരുമോ? ആ, ഇവിടെ ഗ്യാസ് തീർന്ന പ്രശ്നങ്ങളും തീർന്നു. കാര്യം ഗ്യാസ് കിട്ടിയാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാമല്ലോ. നല്ലൊരു വിഷുവായിട്ട് ഞാനൊരു വിഷു സദ്യ കഴിക്കാനായിട്ട് മോഹിച്ചു പോയി. വിഷു സദ്യ ഞാൻ കൊണ്ടുവരാം. അല്ല, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. നീയാണോ രാവിലെ എന്നെ പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കാൻ നോക്കിയത്? പടക്കോ? പടക്കല്ല, പടക്കം പൊട്ടിച്ചത്. അല്ല, പടക്കം ഞാൻ പൊട്ടിക്കാറില്ല, പക്ഷെ പടക്കം എനിക്കൊരു വീക്ക്നെസ് ആണ്. പക്ഷെ പടക്കം പൊട്ടിച്ച് ഞാൻ കേൾക്കാറുള്ളൂ. കേൾക്കുന്നൊരു മുതല്. എനിക്ക് നല്ല സംശയമുണ്ട്, അങ്ങേരുടെ വാലാട്ടിപ്പട്ടിയായിട്ട് നടക്കുന്ന നീയൊക്കെയല്ലേ? അപ്പൊ പിന്നെ നീയൊക്കെ തന്നെ ആയിരിക്കും അത് പൊട്ടിച്ചത്. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്യോ മെമ്പർ? അയ്യോ, നീയൊക്കെ പൊട്ടിച്ചെന്നും പറഞ്ഞോണ്ട് എനിക്കൊരു പേടിയില്ല. അതും കണ്ടായിരുന്നു. കണ്ടായിരുന്നു? അല്ല, ഞാൻ കേട്ടായിരുന്നു. ആരൊക്കെ മെമ്പറിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് മെമ്പർ വീടിന് ചുറ്റും ഓടിയെന്നോ അങ്ങനെ എന്തോ. അങ്ങനെ ഓടിയൊന്നും ഇല്ല. പിന്നെ പടക്കം പൊട്ടിക്കുന്നിടത്ത് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കയറിപ്പോന്നു, അത്രേ ഉള്ളൂ. ഇതിപ്പോ എന്തോ ചെയ്യുമെന്ന് പറ. അത് പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കും? കൃഷ്ണനാണല്ലോ, ഉണ്ണികൃഷ്ണൻ കൊണ്ടുവന്നാ പോരെ? അയ്യോ, ഒരു ഉണ്ണികൃഷ്ണൻ നടക്കും. എവിടെയെങ്കിലും പോയൊരു ഗ്യാസ് ഒപ്പിച്ചോണ്ട് വാടാ. എന്റെ കൃഷ്ണ, നല്ലൊരു വിഷു ദിവസം ഒരു വിഷു സദ്യ കഴിക്കാൻ അതിയായിട്ട് മോഹിച്ചു പോയി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഗ്യാസ് കുറ്റി ഒപ്പിച്ച് തന്നെ പ്ലീസ്. ആഗ്രഹം കൊണ്ട് ചോദിക്കുവോ.
ഒരു യുഗം കഴിഞ്ഞു. എന്റെ കൃഷ്ണ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ കുഞ്ഞിക്കണ്ണ, നീ എവിടുന്ന ഗ്യാസ് കുറ്റി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന? അതൊക്കെ ഞാൻ കൊണ്ടുവരും. ഇനി ആ മണുണാഞ്ഞിന്റെ വേഷം കെട്ടി സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണോ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്? എന്റെ കൃഷ്ണ, എന്നാലും ഞാനൊരു ഗ്യാസ് കുറ്റിക്ക് മോഹിച്ചപ്പോ മയിൽപ്പീലി ഉൾപ്പെടെ ഗ്യാസ് കുറ്റി എന്റെ മുന്നില്, എന്റെ കണ്ണ മുന്നില്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കൃഷ്ണ, 100,000 നന്ദി. എന്റെ ഭഗവാനെ, വിഷുവായിട്ട് എന്റെ മനസ്സ് നീ അറിഞ്ഞല്ലോ, സന്തോഷായി. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല.